എൻ്റെ ലൈഫിലെ ആദ്യത്തെ എക്സാം, അതും കോച്ചിങ് സെൻറ്ററിൽ വന്ന് 2 മാസത്തിനകത്ത് അത് ക്രാക്ക് ചെയ്യുകയും ചെയ്തു. GD കോൺസ്റ്റബിൾ 2025 ക്രാക്ക് ചെയ്ത് CISFൽ ജോബ് കിട്ടിയ വൈശാഖ് അരവിന്ദാണ് നമ്മളെ കൂടെയുള്ളത്. വൈശാഖിനെ നമുക്ക് പരിചയപ്പെടാം, വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ വൈശാഖ്, എക്സാം കിട്ടിയ സന്തോഷത്തിലിരിക്കുവാണോ? വൈശാഖിനെ കാണുമ്പോൾ വൈശാഖിനെ മാത്രമല്ല ഓർമ്മ വരുന്നത്, വൈശാഖിന്റെ കൂടെയുള്ള ആകാശിന്, അമൽജിത്തിന്, വിഷ്ണുവിന് എല്ലാം കൂടിയാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്, SSCയുടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്ന ജേർണി എന്ന് പറയുന്നതും ഒരു കളക്റ്റീവ് ടീം വർക്ക് ആയിരുന്നു, അത് ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുവാണോ ചെയ്തത്? ഓഫ്കോഴ്സ് മാഡം, ഒരു കളക്റ്റീവ് ടീം വർക്ക് തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. ഈ GK, അതേപോലെ ഹിസ്റ്ററി, പൊളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ ഒരാൾ നറേറ്റ് ചെയ്യും, അത് നമ്മൾ പഠിച്ചിട്ട് വീണ്ടും അത് ബേസ്ഡ് ഉള്ള PYQs ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ആൻസർ ചെയ്യുമായിരുന്നു. ഇപ്പൊ മാത്സ് ചെയ്യുവാണെങ്കിൽ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലാസ്സിൽ വെച്ച് ഫ്രണ്ട്സ് പറഞ്ഞു തരും. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഉള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ നൈറ്റ് വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അന്നേരം തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു തന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ തരും, അവരുടെ മെത്തേഡിൽ പറഞ്ഞു തരികയും ചെയ്യും. അത് ഈ ഈസിയസ്റ്റ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യാം. GD കോൺസ്റ്റബിളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും ഇതുപോലെ തന്നെ ഒരു ടീം വർക്ക് ആയിരുന്നോ, അതോ ഒരു ഒറ്റയ്ക്ക് ഓടാൻ പോകും അങ്ങനെ എന്തെങ്കിലും ആണോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, നമ്മളൊരു 3 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അക്കാഡമിയിൽ തന്നെയുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അല്ലാതെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അന്നേരം നമ്മൾ 3 പേരൂടെ ഡിസ്റ്റൻസ് ആദ്യമേ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്കിൽ ട്രിപ്പ് ഇട്ടിട്ട് ഒരു 2.5 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്ത് അവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ടാണ് നമ്മൾ ഈ 5 കിലോമീറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. 24 മിനിറ്റ്സിൽ ഈ 5 കിലോമീറ്റേഴ്സ് ഓടിക്കയറുന്നത് നല്ല പാടായിരുന്നു. പിന്നെ ഗ്രാജുവലി ഇപ്പോൾ ഒരു 2 or 3 വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് നൈസായിട്ട് 24 മിനിറ്റ്സിനകത്ത് വരാൻ തുടങ്ങി. അവസാനം ഫിസിക്കലിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് 23 മിനിറ്റ്സിലൊക്കെ നമ്മൾ ഈ 5 കിലോമീറ്റേഴ്സ് റൺ ചെയ്യാൻ തുടങ്ങി. റിയൽ ഫിസിക്കൽ ടെസ്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം? ചെറിയ രീതിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് റോഡിലായിരുന്നു. അപ്പോൾ ഇതിനു മുന്നത്തെ ലാസ്റ്റ് ഇയർ വരെ ഫിസിക്കൽ നടത്തിയിരുന്ന റോഡിൽ തന്നെയായിരുന്നു. ഈ ഇയർ തൊട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 400 മീറ്റേഴ്സിൻ്റെ ഒരു ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് ട്രാക്കിനുള്ളിൽ ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അതും കാലിലൊരു ചിപ്പ് വെച്ചിട്ട് പിന്നെ സെൻസർ വെച്ചൊരു മാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് ക്രോസ് ചെയ്യുന്നത് ആ മാറ്റിനകത്തായിരുന്നു ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ 12 റൗണ്ട്സ് 500 മീറ്ററിൻ്റെ ട്രാക്കായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ട് പാസ് ചെയ്യുമ്പോഴും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൗണ്ട് ചെയ്യണമായിരുന്നു ഈ 10 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേയൊക്കെ ഓടിയ ബാച്ചിലെ പിള്ളേർക്ക്, ഇപ്പോൾ എനിക്കൊരു 4-5 ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ. ഇപ്പോൾ ഫസ്റ്റ് ഡേയ്സിൽ ഓടിയ സ്റ്റുഡൻസിന് കേഡറ്റ്സിന് ഇത് കണക്ക് കറക്റ്റ് കൗണ്ട് കിട്ടിയില്ല. 9 റൗണ്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അവർ പറഞ്ഞതുകൂടി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കൗണ്ട് ചെയ്തിട്ടായിരുന്നു ഉള്ളത്. അതൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഓരോ മെത്തേഡ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉപയോഗിച്ച ട്രിക്ക് വരാം, ചെറിയ സ്റ്റിക്സ് 10 പീസാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റിക്സ് എടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ 10 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഭയങ്കര ഐഡിയ ആണത്, ഈ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. ഡോട്ട്സ് അക്കാഡമിയിലെ കോച്ചിങ് വരുന്നതിന് മുമ്പായിട്ട് സ്വന്തമായിട്ട് ഏതെങ്കിലും രീതിയിൽ പ്രിപ്പയർ ചെയ്യോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ SSC കോച്ചിങ്ങിന് വന്നിട്ട് ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന എക്സാമാണ് GD കോൺസ്റ്റബിളിൻ്റെ എക്സാം. ഫെബ്രുവരിയിലായിരുന്നു, 2025 ഫെബ്രുവരിയിലായിരുന്നു എക്സാം. അപ്പോൾ കോച്ചിങ് ഒരു 2 months കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ റീസണിങ് എല്ലാം ഓൾമോസ്റ്റ് 95% ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സ് ഒരു 50% കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എക്സാം അപ്പിയർ ചെയ്തത്. അത് വെച്ചിട്ട് എനിക്ക് നല്ലപോലെ അപ്പിയർ ചെയ്യാൻ പറ്റിയെന്ന് എക്സാം കഴിഞ്ഞപ്പോഴേ മനസ്സിലാവുകയും ചെയ്യാം. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്സും ഇംഗ്ലീഷും GKയും? മാത്സ് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് 13 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 12 കറക്റ്റ് ആയിരുന്നു, ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. റീസണിങ് 18 ക്വസ്റ്റ്യൻ കറക്റ്റ് ഉണ്ടായിരുന്നു, 2 എണ്ണം തെറ്റി ഔട്ട് ഓഫ് 20. ഇംഗ്ലീഷ് ആണെങ്കിൽ 20 ക്വസ്റ്റ്യന് 17 റൈറ്റ് ആൻസർ ഉണ്ടായിരുന്നു, 2 എണ്ണം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വൈശാഖിന്റെ ഒരു താല്പര്യമുള്ള ജോബാണോ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതോ ഇനി വല്ല സിവിൽ ജോബ്സിന് പ്രിപ്പയർ ചെയ്യാനാണല്ലോ വന്നത്? SSC CGL ആണല്ലോ ഡോട്ട്സ് അക്കാഡമിയിലെ കോച്ചിങ്ങിന് വരുന്ന പലരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ആദ്യം കിട്ടിയ എക്സാം ആയതുകൊണ്ട് അങ്ങനെ പോകുന്നതാണോ, അതോ പോലീസ് ഫോഴ്സ് തന്നെയാണോ താല്പര്യം? ഞാനങ്ങനെ പോലീസ് ഫോഴ്സ് തന്നെ വേണം എന്ന് ഉറച്ചു നിന്നൊരു ആളല്ല. സിവിൽ ജോബ്സിനോടാണ് കൂടുതൽ പ്രിഫറൻസ്. പക്ഷേ ഫസ്റ്റ് കിട്ടിയ ജോബ് ആയതുകൊണ്ട് തന്നെ ഇത് പോകാൻ തന്നെ ആയിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന് പോയിട്ട് വീണ്ടും സിവിൽ ജോബ്സിൻ്റെ വേറെ നല്ല കൂടിയ പോസ്റ്റിനുള്ള
എക്സാംസിന് അപ്പിയർ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഇപ്പം പൊതുവേ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് യൂട്യൂബ് നോക്കി കുറെ പഠിക്കുക എന്നുള്ളത്. അങ്ങനെ യൂട്യൂബ് നോക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതോ കുറെ PDF വായിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും? അങ്ങനെയൊന്നുമില്ല. ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്സ് കവർ ആവുന്നതിനനുസരിച്ച് അതിന്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ ഞങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ തന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും അതൊക്കെ വർക്ക്ഔട്ട് ചെയ്യും. അതിലെന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കും, ഇല്ലെങ്കിൽ പഠിപ്പിച്ച സാറിന് തന്നെ വാട്സപ്പിൽ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്ത് അതിന്റെ റിസൾട്ട് എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ എക്സ്റ്റൻസീവ് സ്റ്റഡീസിനൊന്നും പോയിട്ടില്ല. അതായത് എപ്പോഴും തല ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്രവർത്തികൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. നമുക്ക് പൊതുവേ ഒരു ധാരണയുണ്ട് GD കോൺസ്റ്റബിൾ കുറച്ച് എളുപ്പമാണ് ക്ലിയർ ചെയ്യാനായിട്ട് മറ്റ് SSCയുടെ മറ്റ് എക്സാംസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും വൈശാഖിന് തോന്നിയിട്ടുണ്ടോ GD കുറച്ച് എളുപ്പമാണ്, അതുകൊണ്ട് GDക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പോൾ ഒരു CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഈ GD കോൺസ്റ്റബിൾ എക്സാമിന്റെ റിട്ടൺ എക്സാം ഈസിയാണ് കമ്പാരിറ്റീവ്ലി. കട്ട് ഓഫും കുറച്ച് കുറവാണ്. GD എക്സാമിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ആണ് കട്ട് ഓഫ് ഇടുക. അപ്പോൾ ഈ കേരള സ്റ്റേറ്റിൽ പാർട്ടിസിപ്പൻസ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് കുറവാണ്. പക്ഷേ ഗ്രാജുവലി ലാസ്റ്റ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ എപ്പോഴാണെങ്കിലും എക്സാം എഴുതുമ്പോൾ കട്ട് ഓഫിനെക്കാട്ടി കുറച്ചൊരു 10, 20, 30 മാർക്സ് ഒക്കെ കൂടുതൽ വാങ്ങിക്കുന്നത് തന്നെയാണ് എപ്പോഴും സേഫ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ എക്സാംസിന് ശേഷം ലൈക്ക് റിട്ടേൺ എക്സാമിന് ശേഷം ഒരു കട്ട് ഓഫ് ഉണ്ട്, ഫിസിക്കലിന് ശേഷം ഒരു കട്ട് ഓഫ് ഉണ്ട്, മെഡിക്കലിന് ശേഷം ഒരു കട്ട് ഓഫ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ കാൻഡിഡേറ്റ് ഫിസിക്കലിന് പാസ്സാവുകയാണെങ്കിൽ ഈ റിട്ടേൺ മാർക്കിന്റെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്ന് സേഫ് ആവണമെങ്കിൽ കുറച്ച് നല്ല മാർക്ക് തന്നെ വേണം. ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ് കിട്ടണമെങ്കിൽ, ഞാൻ CISF ആയിരുന്നു പ്രിഫർ ചെയ്തത്, അത് കിട്ടണമെങ്കിൽ നല്ല മാർക്ക് തന്നെ വേണം. ഇപ്പം ലൈക്ക് എനിക്കിപ്പോൾ ഒരു 80 മാർക്സ് ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു വേക്കൻസി ഒരു 50 CISF വേക്കൻസി ആയിരിക്കും. ഇപ്പോൾ 80ക്ക് മേളിൽ മാർക്കുള്ള ഒരു 50+ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ CISF ആണെങ്കിൽ എനിക്ക് CISF തന്നെ കിട്ടണമെന്നില്ല, വേറൊരു ഓപ്ഷനിൽ തൃപ്തിപ്പെടേണ്ടി വരും. അത് മാത്രമല്ല CISF ഒരു പ്രിഫേർഡ് പോസ്റ്റും കൂടിയാണല്ലോ അല്ലേ? അതെ അതെ. അതിന് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ശരിയാണ്. പിന്നെ ഫിസിക്കൽ മെഷർമെന്റ്സ് ഉണ്ടല്ലോ, എത്രയാ പറയുന്നത് ഹൈറ്റ് ഒക്കെ? ഹൈറ്റ് 170 സെന്റിമീറ്ററും പിന്നെ ചെസ്റ്റ് 80 സെന്റിമീറ്ററും റിലാക്സ്ഡ് 80 സെന്റിമീറ്റർ, എക്സ്പാൻഡ് 85 സെന്റിമീറ്ററും ആണ് പറയുന്നത്. ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, കാൻഡിഡേറ്റ്സിന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്യാനുണ്ടോ വൈശാഖിന്? ഇപ്പൊ ഇത് തന്നെ SSC ജോബ്സിന് വേണ്ടി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും മാക്സിമം പോർഷൻസ് കവർ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒരു 80% പോർഷൻസ് കവർ ആയിട്ട് മോക്സ് PYQs റെഗുലർ ആയിട്ട് PYQs അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ജസ്റ്റ് PYQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ മോക്ക് ക്വസ്റ്റ്യൻസും അപ്പിയർ ചെയ്തുകൊണ്ടിരുന്ന റിസൾട്ടിൽ വലിയൊരു മാറ്റം ഉണ്ടാവില്ല. അതായത് ബേസ് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ബേസ് ക്ലിയർ ആയതിനു ശേഷം നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത്. അതെ 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 ശരി. കാരണം എന്താ വെച്ചാല് പിന്നെ ഇപ്പൊ വൈശാഖ് 2 മാസത്തിനകത്താണ് കിട്ടിയതെങ്കിൽ 1 വർഷത്തോളം പഠിച്ചു അല്ലേ? അതെ, 1 വർഷത്തോളം പഠിച്ചു. അപ്പൊ ആ ബേസ് നല്ല സ്ട്രോങ് ആണ്. ബേസ് ഇപ്പൊ സെറ്റ് ആണ്. ശരി. അപ്പം വീട്ടുകാരെല്ലാം ഹാപ്പി ആയിരിക്കുമല്ലോ അല്ലേ? അതെ, വീട്ടുകാർ ഹാപ്പി.